നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2024 മെയ് 5-ാം തീയതി ഓൺലൈൻ ആപ്ലിക്കേഷൻ NEET.NTA online.in എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചിരിക്കുന്നു. മാർച്ച് 9-ാം തീയതിയാണ് അവസാന തീയതി. നീറ്റിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കുമ്പോൾ ഏതാണ്ട് 499 സിറ്റികളിലായിട്ടാണ് ഈ വർഷം നീറ്റ് എക്സാം ഓഫ്ലൈൻ മോഡിൽ നടക്കുന്നത്. അതിലെ പ്രത്യേകത, ഇന്ത്യൻ സിറ്റികളിൽ മാത്രമേ ഈ വർഷം NTA നീറ്റ് എക്സാം നടത്തുന്നുള്ളൂ എന്ന പ്രത്യേകതയാണ്. എന്നാൽ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഒരിടത്തും വിദേശത്ത് എക്സാം സെൻറ്റർ അനുവദിക്കാത്തതിനെക്കുറിച്ച് യാതൊരുവിധ പരാമർശവുമില്ല. നമ്മൾ കൊടുക്കുന്ന പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും അനുസരിച്ച് ഇന്ത്യയിലെ സെൻറ്ററുകൾ മാത്രമാണ് നമുക്ക് എക്സാം സെൻറ്ററായി ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ അഡ്രസ്സാണ് നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എക്സാം സെൻറ്റർ ഡിസ്പ്ലേയുടെ അവിടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ എക്സാം സെൻറ്ററുകളുമാണ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. അതായത് മെയ് 5-ാം തീയതി നീറ്റ് 2024 ഇന്ത്യൻ സിറ്റികളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രത്യേകതയാണ് നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്നാൽ ഒഫീഷ്യലായിട്ട് ഒരിടത്തും അങ്ങനെ ഒരു അറിയിപ്പോട്ട് ഇല്ല താനും. നീറ്റ് 2023 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ പരീക്ഷ എഴുതിയത്. നമ്മുടെ കുട്ടികൾ ദുബായ് പോലെയുള്ള സെൻറ്ററുകൾ, ദുബായ്, കുവൈറ്റ്, സൗദി, അതുപോലെ റിയാദൊക്കെ ധാരാളം കുട്ടികൾ, മലയാളികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ പരീക്ഷ എഴുതിയിരുന്നു. ഈ വർഷവും അവർ ന്യായമായും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. NDA അധികാരികളോട്, അതുപോലെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അധികാരികളോടും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് അപേക്ഷിക്കാനുള്ളത്, ഈ വർഷവും നീറ്റ് 2024 വിദേശത്ത് ക്യാമ്പസുകൾ അനുവദിക്കണം, വിദേശത്ത് എക്സാം സെൻറ്ററുകൾ അനുവദിക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ്. ധാരാളം വിദ്യാർത്ഥികളാണ് വർഷങ്ങളായിട്ട് ഈ നീറ്റ് എക്സാമിന് വേണ്ടി ഇന്ത്യയിലെ MBBSൻ്റെയും മറ്റ് അനുബന്ധ കോഴ്സുകളുടെയും പ്രവേശനത്തിനായിട്ട് അവർ ധാരാളം പഠിക്കുന്നതും പരിശീലിക്കുന്നതും. അവരുടെ സ്വപ്നങ്ങൾക്ക് ഈ ഒരു വിധത്തിൽ ദയവായി കരിനിഴൽ വീഴ്ത്തരുത്. 2024 ബോർഡ് എക്സാം എഴുതേണ്ട കുട്ടികൾക്ക് ഏതാണ്ട് ഏപ്രിൽ 25 വരെ വിവിധ ബോർഡ് എക്സാമുകൾ നിലവിലുണ്ട്. അതിനുശേഷം ഇന്ത്യയിലോട്ടുള്ളൊരു യാത്ര തികച്ചും അപ്രാപ്യമായിരിക്കെ ദയവ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലും എക്സാം സെൻറ്റർ അനുവദിക്കണം. കഴിഞ്ഞ വർഷം ദുബായിൽ മാത്രം ഏതാണ്ട് 3000-ലധികം വിദ്യാർത്ഥികളാണ് എക്സാം എഴുതിയത്. ഏറ്റവും നല്ല രീതിയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിദേശ രാജ്യങ്ങളിൽ ഓഫ്ലൈൻ രീതിയിൽ പരീക്ഷകൾ നടത്തുകയും ചെയ്തിരുന്നു. ആയതിനാൽ നീറ്റ് 2024 വിദേശ രാജ്യങ്ങളിൽ ഏതാണ്ട് 12ഓളം സെൻറ്ററുകളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അവയിലെങ്കിലും കുവൈറ്റ്, ദുബായ്, റിയാദ്, സിംഗപ്പൂർ പോലെയുള്ള നമ്മുടെ കുട്ടികൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ, ഇന്ത്യൻ സിറ്റിസൺസ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ എക്സാം സെൻറ്റർ അനുവദിക്കണം എന്ന അപേക്ഷ ഒരിക്കൽ കൂടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് മുമ്പിൽ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ വെക്കുന്നു. എല്ലാവരും ഇതൊരു അപേക്ഷയായി കരുതി ഏറ്റവും അടുത്ത് തന്നെ നമ്മൾ പെർമനൻ്റ് അഡ്രസ്സോ പ്രസൻറ്റ് അഡ്രസ്സോ വിദേശ രാജ്യങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ വിദേശത്ത് ഒരു എക്സാം സെൻറ്റർ ഓപ്റ്റ് ചെയ്യാനുള്ള അനുവാദം നൽകണമെന്നും അതിനനുസരിച്ച് ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള മൊഡ്യൂളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നും അത് ഒരു ലെറ്ററായി, ഒരു ഇൻഫർമേഷനായി എല്ലാവർക്കും പാസ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി വിദേശ രാജ്യങ്ങളിൽ എക്സാം സെൻറ്റർ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു നയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ ആണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നേരിടുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അറിയിപ്പും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.